കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടത്തെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ ലീഡർ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. തള്ളിപ്പൊളി നീ പരിപാടി നിർത്തിയില്ല. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കണം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. മുമ്പ് തോറ്റ എല്ലാ ഇലക്ഷനും ഇതേ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷെ 15 വർഷക്കാലം ഇവിടെ UDFന്റെ MLA മാർ കയ്യിലിട്ട് അമ്മാനമാടിയിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ് പാലക്കാട് നിയോജകമണ്ഡലം. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? പാലക്കാട് നിയോജകമണ്ഡലം. ആ നിയോജകമണ്ഡലത്തിൽ പെട്ടെന്ന് അവർക്ക് ചിലപ്പോൾ ശോഭയെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. ഇപ്പൊ ഞാൻ സ്വല്പം പുറകോട്ടാ, മുന്നോട്ട് കുതിക്കും. കൊറേ പൊളിക്കും. ഒരു നിഴൽ MLA ആയി ശോഭ ഇവിടെ പാലക്കാടിനകത്ത് ഉണ്ടാകും എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി. സ്ഥിരമായിട്ട് നിൽക്കാറുണ്ടെങ്കിൽ ഇതുവരെ ജയിച്ചിട്ടില്ല. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. MLA ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി പാലക്കാടിലെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? അല്ല, അതൊക്കെ നിങ്ങൾ സഹായിച്ചതല്ലേ. ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചു തന്നതാണല്ലോ. അപ്പൊ അതിനെല്ലാം തന്നെ ഡബിൾ താങ്ക്സ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ശരിക്കും പാലക്കാട്ടുകാർക്ക് 2 MLA ഉണ്ടാകും. ഒരാൾ നിയമസഭയ്ക്കകത്തായിരിക്കും, ഒരാൾ പാലക്കാടിലെ ജനങ്ങൾക്കിടയിലായിരിക്കും. ഞാനൊരു നിഴൽ MLA ആയിരിക്കും. നിർത്ത് എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.